എൻ്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്നാണ് ഒരു ശമനം ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ തന്നെ ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി കുറച്ച് സ്വസ്ഥമാകാനായിട്ടല്ലേ? ഇന്നത്തെ സുവിശേഷത്തില് തന്റെ ഉത്ഥാനത്തിന് മുമ്പുള്ള സഹനങ്ങളെ പറ്റി ഈശോ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയാണ്, "യോ, ഈ സഹനങ്ങള് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ" എന്നുള്ളത്. ഈശോനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതിക്ക് നീ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. ചില സഹനങ്ങളൊക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. കരഞ്ഞു തീർത്ത നിന്റെ രാത്രികളൊക്കെ ഇല്ലേ, എന്തിനാണ് ഇപ്പോൾ ഈ സഹനം, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ നീ ചോദിച്ചിട്ടില്ലേ? നീ ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണിത്. വചനം പറയാണ്, സ്വന്തം കുരിശു വഹിക്കാതെ, ഈ സഹനം ഏറ്റെടുക്കാതെ ആർക്കുമൊന്നും എന്റെ ശിഷ്യനായിട്ട് തീരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത്. ഈ സഹനങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഒരു ഉയർപ്പുണ്ടാകത്തുള്ളൂ എന്നും. അതുകൊണ്ട് ഈ സഹനത്തെ മാറ്റി നിർത്തി സഹനമില്ലാത്ത ഒരു ഉയർപ്പിനെ പറ്റി നീ ചിന്തിച്ചാല് അത് ശരിയല്ല. ഇപ്പോൾ നീ കടന്നു പോകുന്ന പല വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടല്ലോ, ഒരു ഉയർപ്പിൽ നിന്നെ കൊണ്ട് ചെന്ന് എത്തിക്കാനായിട്ടുള്ള അവന്റെ പരിശ്രമമായിരിക്കും. ആ ഉയർപ്പിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ ഈ സഹനവും നീ ഏറ്റെടുക്കണം.